ഹലോ, ഈ വെള്ള ടോപ്പും നീല പാവാട ഇട്ടുകൊണ്ടാണ് ഇന്നത്തെ യാത്ര. വയനാട്ടാണെങ്കിലും കുളിച്ച് മെനയായിട്ട് പോകാമല്ലേ. തലതോർത്തുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ സത്യം ഓർത്തത്, മുടിയിലെ കളർ വൈറ്റ് ടീഷർട്ടെ പറ്റുമോന്ന്. ഉണ്ടാക്കിയ നല്ല കിടിലൻ രസവും ബീൻസ് തോരനും കുഴച്ച് തിന്ന് വയറ് നിറച്ചിട്ട് നമുക്ക് കറങ്ങാനിറങ്ങാം. പിന്നെ നാട്ടിൽ നിന്ന് അച്ഛൻ കൊടുത്തിട്ട മീനച്ചാറുണ്ട്. ഇതാണ് പുറകിലത്തെ വ്യൂ. പുല്ല് വെട്ടാൻ സമയമായി, വൈകിട്ടാവട്ടെ. ഔട്ട്ഫിറ്റ് സ്റ്റൈലാക്കാൻ വെള്ള ഹീൽസ് ഇടണോ അതോ വെള്ള ഷൂ ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചു. എപ്പോഴും ഞാൻ സ്ഥിരമായിട്ടിടുന്ന ഷൂ തന്നെ ഇടാന്ന് വെച്ചു. അപ്പം ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. സൂപ്പർ അല്ലേ? അപ്പം പുറത്ത് നല്ല വെയിലുണ്ട്. അതിമനോഹരമായിട്ട് വെയിലും കൊണ്ട് നമുക്ക് പോവാം. ഞാൻ എന്തിനെപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നതല്ലേ, കാരണം എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ്. അസൈൻമെൻറ്റ്സിൻ്റെ കുന്നും പുറത്തിരുന്നുകൊണ്ടാണ് ഞാൻ ഈ യാത്ര നടത്തുന്നത്. ജോലിയും പഠിത്തവും എല്ലാത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പുറത്തിറങ്ങാൻ സമയം അധികം കിട്ടാറില്ല. പിന്നെ ഈ വെയിൽ ഇനി അടുത്ത വെള്ളിയാഴ്ച കാണുമെന്ന് ഞാൻ വെതർ ഫോർകാസ്റ്റിൽ കണ്ടു. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. വെയിലും ആസ്വദിച്ച് എങ്ങോട്ടേക്കാണ് യാത്രയെന്ന് വെച്ചാൽ ദൂരെ എങ്ങുമല്ല, മിച്ചൽസ്റ്റൺ സ്ക്വയർ. അതെൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങല്ലേ, അപ്പോൾ ശുഭമായിട്ട് കയ്യിൽ കുറച്ച് ക്യാഷ് ഇരിക്കട്ടെ. അപ്പം ATM കയറി നമുക്ക് കുറച്ച് ക്യാഷ് ഔട്ട് എടുക്കാം. നടന്ന് ഇതാ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിൽ കയറുകയാണ്. അതാണ് ഡീൽസ്. ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വെച്ചു. എത്ര ക്യൂട്ട് സാധനങ്ങളുണ്ടെങ്കിലും നമ്മളൊന്നും മേടിക്കരുത്. പിന്നെ ഈ കണ്ണാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് നോക്ക് സുഹൃത്തുക്കളെ. വാവ്, ഐ ലൈക്ക് ഇറ്റ്. ഏതായാലും ഒരു കടയിൽ കയറിയതല്ലേ, വെറും കൈയോടെ ഇറങ്ങണ്ടെന്ന് വെച്ച് ഒരു ചായപ്പൊടി ഞാനിങ്ങ് മേടിച്ചു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും. അതാണ് ഈ വലിയ കവറ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് സെൽഫ് ലവ് ആണ് കേട്ടോ, സെൽഫ് ഒബ്സെഷൻ അല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഞാൻ പോകാനിരിക്കുന്ന ക്യാഫേ വന്നു. ഈ ക്യാഫേക്കകത്ത് കയറിയിട്ട് ബാക്കി സംസാരിക്കാം. ഇതാണ് ബ്ലൂബെറീസ് ക്യാഫേ. എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ ആ ചേച്ചി പറഞ്ഞ പേരൊന്നും എനിക്ക് മനസ്സിലായില്ല. ആകെ മനസ്സിലായത് ഒരു ക്യാരറ്റ് കേക്ക് മാത്രമാണ്. പിന്നെ ഒരു ഡ്രിങ്കും എടുത്ത് ഞാൻ പണം പോട്ടെ പ്രതാപം വരട്ടെ എന്ന് സ്റ്റൈലായിട്ട് പോയെങ്കിരുന്നു. അപ്പം നമുക്ക് ബാക്കി കഥ ഇത് കഴിച്ചുകൊണ്ട് പറയാം. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സെൽഫ് ലവ്, അതായത് എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നു, എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നു, എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ സംസാരിക്കുന്നു, എന്നെ ഹാപ്പിയാക്കുന്ന, എൻ്റെ മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അയ്യോ അവരെന്തു പറയും, ഇവരെന്തു പറയും, അവർ അമ്മായി എന്തു പറയും എന്നൊന്നും ആലോചിക്കാതെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ മൈൻഡിങ് മൈ ഓൺ ബിസിനസ് ആൻഡ് ലിവിങ് ഹാപ്പിലി. നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ കഴിച്ച കേക്കും കുടിച്ച ഡ്രിങ്കും സൂപ്പറായിരുന്നു. ഒരു സംഭവം ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ആഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതായത് ജേർണലൈസിങ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പോസിറ്റീവായിട്ട് എഴുതി വെക്കുക. പിന്നെ ഞാൻ സ്പീഡായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്, ഫോൺ ഇങ്ങനെ വെച്ച് സ്റ്റൈലായിട്ട് നടന്നു വരുന്നത് ഷൂട്ട് ചെയ്യാനായിരുന്നു. അപ്പം സ്റ്റൈലായില്ലേ. എൻ്റെ ബുദ്ധി അപാരം തന്നെ. അവൻ പുറത്തൊക്കെ പോയി നല്ല മൈൻഡൊക്കെ ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ട് സ്റ്റൈലായിട്ടൊരു ചായയും കുടിച്ച് ബാക്കി അസൈൻമെൻറ്റ് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാം എന്ന് വിചാരിച്ച് ഞാനങ്ങിരുന്നു. അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് ഒരു വഴിക്കായപ്പോഴാണ് സ്വിമ്മിങ്ങിന് സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞൊരു വിളി വന്നത്. അപ്പം പാക്ക് ചെയ്ത് ഞാൻ സ്വിമ്മിങ്ങിന് ഇറങ്ങി. പോകുന്ന വഴിക്ക് പണം പോട്ടെ പ്രതാപം വരട്ടെ എന്നൊരു കണ്ണാടിയും മേടിച്ചു. എന്തിനാണോ എന്തോ. അപ്പോൾ ഗൈസ്, ഞാൻ മുങ്ങിച്ചത്തില്ലെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്, ഞാൻ മുങ്ങിയിട്ടില്ല. ഞാൻ വന്നിരിക്കുകയാണ് വീണ്ടും. ഈ സെൽഫ് ലവും ജേർണലൈസിങ്ങും പോസിറ്റീവ് തോട്ട്സും ഈ ആടലോടകങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ കൂടെ എത്ര പേര് മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും വി ഓൾ നീഡ് ടു പുഷ് അവർ സെൽവ്സ്. അത് വേറെ ആരും വന്ന് ചെയ്യത്തില്ല. അപ്പം അതാണ് ഇതല്ല. ഇത് ഞാൻ പോകുന്ന വഴിക്കാണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഫുൾ മൂൺ ആണ്. അപ്പം ഇത്രയും നേരം എൻ്റെ ബ്ലാ 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 കണ്ടും കേട്ടും വരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.